പിങ്കി ഇതേടെ പോയി? അവളെന്താ ഇത്ര സമയമായിട്ട് വരാത്തത്? ഹലോ പിങ്കി, നീ എവിടെയാണല്ലേ? എടി, ഞാൻ വരാൻ ഇച്ചിരി വൈകും, നീ പോയിക്കോ. ആ ശരി എന്നാ, ആയിക്കോട്ടെ. ഷടാ, ഇപ്പൊ തനിച്ച് ബസ്സിൽ പോണല്ലോ. ഹേയ് ശ്രീലു, അർജുൻ. തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാട്ടാ വീട്ടിലോട്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അതെന്താ, എന്റെ കൂടെ വരാൻ പേടിയാണോ? അങ്ങനൊന്നുമില്ല. നീ ഫ്രണ്ടിൽ നിൽക്കും, ഞാൻ അങ്ങോട്ടേക്ക് വണ്ടിയായിട്ട് വരാം. ഓക്കെ. ഇതെന്താ അർജുൻ ഇത്ര സമയത്ത് വരാത്തത്? ഹായ് ശ്രീലു. ഇതെന്താ ഇന്നിങ്ങനെ ബൈക്ക് കൊണ്ടുവന്നത്? അയ്യോ, ഇനിയിപ്പോ ബൈക്കിന്റെ പുറത്ത് ഞാൻ കയറണോ? ഹായ് ശ്രീലു, എന്താ കേറുന്നില്ലേ? അല്ല, നിങ്ങളെന്താ ബൈക്കില്? അതെന്താ, താൻ ഇതുവരെ ബൈക്കിൽ കേറിയിട്ടില്ലേ? അങ്ങനെയല്ല, എന്നാലും ബൈക്കില്. ഒരെന്നാലും ഇല്ല, വാ വന്ന് കേറ്, പെട്ടെന്ന് വാ. ഓക്കെ അല്ലേ? എന്നാ പോവാ. ശരി ശരി. മുറുക്ക് പിടിച്ചോട്ടാ. സ്ത്രീയിലും എന്തായാലും സംസാരിക്കുക, എങ്ങനെ മിണ്ടാണ്ട് വന്നാൽ എങ്ങനെയാ? എന്ത് സംസാരിക്കാൻ? എന്തെങ്കിലും സംസാരിക്കുക, ഇങ്ങനെ മിണ്ടാണ്ട് പോകുമ്പോ ഒരു ബോറടിക്കുന്നു. എന്നല്ലേ അവിടെ ആ ഷോപ്പിന്റെ അടുത്ത് ഇറക്കിയാ മതി കേട്ടോ. ഇതാ ഇത്രമേലും സംസാരിക്കാനുള്ള? ശരി ശരി. വിശന്നിട്ട് വയ്യ, എന്താ കഴിക്കാനുള്ളേ? അതേ, നീ ഫ്രിഡ്ജിലൊന്നുമില്ല, നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താലേ? എന്താ ഓർഡർ ചെയ്യാ? ലൈറ്റ് ആയിട്ട് മതിയോ അല്ല ഹെവി ആയിട്ട് വേണോ? എനിക്കാണേലേ വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. ബിരിയാണി തന്നെ ഓർഡർ ചെയ്തോ? ശരി. ആരാടി ഫോണില്? അർജുന. അവനെന്താ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ ഹലോ ശ്രീലു, ഇത് ഞാൻ അർജുൻ. മനസ്സിലായി. അല്ല, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല, ഫുഡ് കഴിക്കേണ്ടത്ര. താൻ കഴിച്ചോ? ഞാൻ കഴിച്ചു. പിന്നെ വേറെന്താ? താനല്ലേ എനിക്ക് ഫോൺ വിളിച്ചത്, പിന്നെ എന്നിട്ട് എന്നോടാ വേറെന്താന്ന് ചോദിക്കുന്നത്? അതെ അല്ലേ, ഞാനല്ലേ ഫോൺ വിളിച്ചേ. ഓ ശരി ശരി, അതും ഞാൻ മറന്നുപോയി. പിന്നെ ഇല്ലേ, നാളെ രാവിലെ താൻ ബസ്സിൽ പോകണ്ട, ഞാൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വരാം. അയ്യോ വേണ്ട, ഞാനേ പിങ്കിയുടെ ഒന്നിച്ചിട്ട് വരാം. ഇനിയിപ്പോ അല്ലെങ്കിൽ പിങ്കി തനിച്ചാവും. ഓക്കെ ശരി ശരി. പിന്നെ സൺഡേ താൻ എന്റെ ഒന്നിച്ചിട്ട് വരണം കേട്ടോ. എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്, താനും കൂടി വരണം. അയ്യോ സൺഡേ ഞാൻ ഫ്രീ ഉണ്ടാവൂല, എനിക്ക് വേറെ ചില പണിയൊക്കെ ഉണ്ട്. ശരി എന്നാ, ഞാനിപ്പോ വെക്കുന്നു. സൺഡേ എന്തായാലും മീറ്റ് ചെയ്യാനുള്ളതാ. ഓക്കെ ശരി ശരി. അയ്യോ സൺഡേ അപ്പോഴേക്കും ഫോൺ വെച്ചോ? എന്തുവാടി, എന്താ കാര്യം? അത് പിന്നെയല്ലേ, അർജുന് സൺഡേ എവിടെയോ പോകാനുണ്ട് അത്ര. അപ്പൊ അർജുൻ വെച്ചിട്ട് ഞാനും പോണോന്നാ അയാൾ പറയുന്നത്. എനിക്ക് അയാളുടെ സ്വഭാവം എങ്ങനെയാന്ന് ഇപ്പൊ തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസം ഓരോ സ്വഭാവം. പക്ഷേ അല്ലേ, അയാളുടെ സ്വഭാവം ഫുള്ളായിട്ട് ഇപ്പൊ ഈടായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. എന്താണെന്നറിയുന്നില്ല. അയാളുടെ ഇരിപ്പും നടപ്പും ഒന്നും എനിക്ക് അങ്ങനെ പിടികിട്ടുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. കാതൽ മറുവായ ഒന്ന് പോയേടി ചുമ്മാ. എന്നാലും ഞാൻ പോവാൻ കേട്ടാ. എന്നാലും ഞാൻ പറയാ, ലവ് ആയിട്ടുണ്ടാവോ? അങ്ങനെ പറയാൻ വഴിയില്ല. അർജുനല്ല, ഫ്രണ്ട്സ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഫ്രണ്ട്സ് തന്നെയാ. എടാ അർജുൻ, നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ? എന്ത് ചെയ്തു കൂട്ടുന്നു? എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്യുന്ന അത്ര തന്നെ. അല്ലടാ, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? എടാ, മീനുവിന്റെ കണ്ണ് ശ്രീലൂനുള്ളതുകൊണ്ടല്ലേ നീ അവളോട് ഇത്രയും അടുപ്പം കാണിക്കുന്നേ? നീ എന്നെ പറ്റിയിട്ട് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? അങ്ങനെയൊന്നും അല്ലടാ. നീ പറഞ്ഞത് ശരിയാ, മീനുവിന്റെ കണ്ണാ ശ്രീലൂനുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ കണ്ണിനൊരു പ്രത്യേകതര അട്രാക്ഷൻ ഒക്കെ ഉള്ളത് ശരി തന്നെയാ. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ശ്രീലൂനെ നല്ലോണം ഇഷ്ടമാണ്. മീനുവിനെ എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതുപോലെ ഞാൻ ശ്രീലൂനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അവളോട് തുറന്നു പറയാൻ പോവാ. നീ ആലോചിച്ച് തന്നെയാണോ? അതെ, ഞാൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാ.
അപ്പൊ ഇല്ലേ നീ ഇവളോട് മീനുവിന്റെ കാര്യങ്ങൾ പറയുന്നോ? ഇല്ലില്ല, അതിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയിപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ പറയണമെന്ന് തോന്നിയാൽ അപ്പൊ വേണേലും പറയാം. ഇപ്പൊ എന്തായാലും പറയുന്നില്ല. ആ, ശരി ശരി, എന്നാ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ.